ഹലോ കൂട്ടുകാരെ, ദില്ലി മേ ഉനീദ് എന്നുള്ള സെല്ല് തുടർ പാരഗ്രാഫാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഈ ആളുകളുടെ അടുത്തുള്ള സെൻറ്റൻസാണ് വായിക്കണേ. ലാറ്റിൻ അമേരിക്ക ദേശോं के बाद वह चलता मौका है. ലാറ്റിൻ അമേരിക്ക ദേശത്തിൽ നിന്നാണ് അവസരമാണെന്ന്. जब उसका वक्त तीसरी दुनिया के देशों के गरीबों से पड़ रहा है. ഇപ്പോൾ അവരുടെ അവസരം മൂന്നാമത്തെ ലോകത്തിലുള്ള ആ ദാരിദ്ര്യരെ പറ്റിയാണെന്ന്. हम भारत में अमेरिका के नेशनल पब्लिक रिकॉर्ड के लिए अन्न और भोग के श्रृंखला के प्रोग्राम बना रहे थे कि मुझे वह ऑटो ഡ്രൈവർ ടക്കറായി. അതായത് എന്താണ്, ഞങ്ങൾ ഭാരതത്തിലെ അമേരിക്കൻ നാഷണൽ പബ്ലിക് റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ ഭൂഗ ശൃംഖല, അതായത് അന്നവും വിശപ്പിൻ്റെയും ആ ശൃംഖലയുടെ ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഓട്ടോ ഡ്രൈവറെയാണ് കണ്ടുമുട്ടിയെന്നാണ് പറയണത്. റേഡിയോയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഓട്ടോ ഡ്രൈവറെ കണ്ടുമുട്ടിയത് നല്ലൊരു അവസരമായി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കാം. अब हम उसकी नींद के बारे में जानना चाहता. ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെക്കുറിച്ച് അറിയാനാണ് ആഗ്രഹിക്കുന്നത്. ആരുടെ? ഈ ഓട്ടോ ഡ്രൈവറുടെ. അസംഭവം നീന്തയ്ക്ക് ബാരം, അദ്ദേഹത്തിൻ്റെ അസംഭവമായ ഉറക്കത്തെപ്പറ്റി. മേൻ ചായ ബനാലാത്തതിന്, അദ്ദേഹത്തിന് ചായ ഉണ്ടാക്കി കൊണ്ടുകൊടുത്തു. അപ്രകാരം ഹം ശുരു ആത്തി അട്പടേപ്പൻ തിൻകൽ സഖി, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാനും തുടങ്ങുന്നു. പേര് ചോദിക്കുകയാണ്. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? പേരല്ല. അപ്പം നാം ക്യാ ഹേ ആപ്ക എന്ന് ചോദിക്കുകയാണ്. പേരെന്താണ് താങ്കളുടെ? അപ്പം രാജാറാം എന്ന് പറയുകയാണ് ഓട്ടോക്കാരൻ. ഗർ കഹാം ഹേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഉന്നാവ് യു പിയിലുള്ള ഉന്നാവിലാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയാണ്. ഓട്ടോ ചലാന കൈസ ശുരു കിയ, ഓട്ടോ ഓടിച്ചത് എപ്പോൾ മുതലാണ് ഓട്ടോ ഓടിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പഹലെ 8 സാൽ തക് തോ റിക്ഷ ചലാത്ത രഹ, അതാണ് ആദ്യം 8 വർഷം വരെ റിക്ഷയാണ് ഓടിച്ചു കൊണ്ടിരുന്നതെന്ന്. ചാന്ദിനി ചൗക്കുമേ, ചാന്ദിനി എന്ന തെരുവിലാണ് റിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നതെന്ന്. ഫിർ ഏക്ക് ബഹുത് ദയാലു അമീർ ആദ്മി സെ മുലാഖാത്ത് ഹോ ഗയേ, പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ഒരു ദയാലുവും ധനികനുമായ ഒരു ആദ്മിയുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. 2 സാൽ മേനെ ഉസ്കി സേവാക്കി, 1.5 വർഷത്തോളം അദ്ദേഹത്തെ സേവിച്ചിരുന്നു. ഉസേ റോസ് ലേ ജാത, അദ്ദേഹം എന്നും കൊണ്ടുപോയിരുന്നുവെന്ന്. കബി ഏക്ക് പൈസ നഹി ലിയ, ഒരിക്കലും അദ്ദേഹത്തിന് പൈസ വാങ്ങിയിരുന്നില്ല എന്ന്. ഉസ്നെ ബദലേ മേ മുജെ യഹ് പുരാന ഓട്ടോ ദരിയ, പൈസ വാങ്ങാത്തത് കാരണം അദ്ദേഹത്തിന് ഒരു പഴയ ഓട്ടോ വാങ്ങിക്കൊടുത്തു എന്ന്. ജിസെ അബ് ചലാത്ത, ഇപ്പോഴതാണ് ഈ ഓടിക്കണേന്ന്. ഉസ്സെ പഹലെ ക്യാ കർത്തേ, പിന്നെ അതിക്ക് മുൻപ് എന്താണ് ചെയ്തിരുന്നതെന്ന് ചോദിക്കുകയാണ്. ഗാവുമേ മസ്തൂരെ കർത്താത്ത, ഗ്രാമത്തിൽ തൊഴിൽ ചെയ്തിരുന്നു എന്ന്. ഗേത്തോമേ, അതായത് വയലുകളിൽ ജോലി ചെയ്തിരുന്നു എന്ന്. ഗർ ഹമാര ബാരിഷ് മേ ടഹ് ഗയാത്ത, അതായത് മഴയത്ത് അദ്ദേഹത്തിൻ്റെ വീട് തകർന്നു പോയിന്ന്. ദോബര മെം ഉസേ ബനാവ നഹി ഗയ, രണ്ടാമത് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന്. ഭൂഖ് മരീത്തി, വിശന്ന് മരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് രണ്ടാമതൊരു വീടുണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ഏക് ദിൻ മേനെ തബ് തൈ കിയാക്കി ദില്ലി സെ, അപ്പോഴാണ് ഒരു ദിവസം ഞാൻ തീരുമാനിച്ചത് ദില്ലിയിലേക്ക് പോകാനായിട്ട്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഗാവ് മേ കോയി സമീൻ നഹിതി, ഗ്രാമത്തിൽ ഒരു ഭൂമിയുമില്ലായിരുന്നു. നഹി ഹമാരെ പാസ് കബി സമീൻ നഹി രഹെ, ഞങ്ങളുടെ അടുത്ത് ഭൂമിയില്ല, ഞങ്ങൾക്ക് ആർക്കും ഭൂമിയില്ലായിരുന്നു. പുരാന കാലം മുതലും ഭൂമിയില്ലായിരുന്നു. മേര ആപ്പ് ആദാ ഹോ ഗയാ, മേര ബാപ്പ അന്താ ഹോ ഗയാ, ഞങ്ങളുടെ ബാപ്പ അന്തയായിരുന്നു എന്ന്. ജബു മേ 14 വർഷ കാത്ത, എപ്പോഴാണ് എനിക്ക് 15 വയസ്സായിരുന്നത്. ഔർ ഗാവ് മേ മുझे കോയി കാം നഹി മിൽത്താത്ത, ഒരു ഗ്രാമത്തിൽ എനിക്ക് യാതൊരു ജോലിയും കിട്ടിയിരുന്നില്ല.
कोई दूसरा ചാരാ നഹി താ. യാതൊരു രണ്ടാമത് ഒരു കാര്യവും ഇല്ലായിരുന്നു. ലേക്കിൻ ദില്ലി മേ ക്യാ അബ് ചാഹതാ ലേക്കിൻ ദില്ലി ഹി ക്യാ ആനാ ചാഹതാ. എന്നാൽ ദില്ലിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഗാവ് മേം സിർ പർ ബോജ് ദോത്താത്ത. ഗ്രാമത്തിലാണെങ്കിൽ തലയിൽ ഭാരം ചുമന്നുകൊണ്ടിരുന്നു. ബോജ് എന്ന് വെച്ചാൽ ഭാരം. അവർ ഏക് രാത്ത് മേനെ സോച്ച. ഒരു രാത്രിയിൽ ഞാൻ ചിന്തിച്ചു. മേരാ സിർ പർ ചത് തോ വൈസെ ബി നഹി. എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയില്ല. ക്യാ ഫർക്ക് പടുത്താ ഹെ. എന്ത് വ്യത്യാസമാണുള്ളത്. മേ ഗാവ് കെ ഗുലെ മേ സോഊത. ഞാൻ ഗ്രാമത്തിൽ തുറന്ന സ്ഥലത്താണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ദില്ലിക്ക് സടക്ക് പർ. ദില്ലിയിലാണെങ്കിലോ റോട്ടിലും കിടക്കാമെന്ന്. സോ പഹലെ മേ കാൺപൂർ. ആദ്യം ഞാൻ കാൺപൂരിലായിരുന്നു. ഫിർ ബഹാം സെ ദില്ലി. പിന്നീട് അവിടെ നിന്ന് ദില്ലിയിലേക്ക് പോയിരുന്നു. അബു ഖുഷി ഹെ യഹാം പർ. ഇപ്പോൾ എല്ലാവരും എനിക്ക് ഇവിടെ സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. പേട് ഭർനെ ആയാത. വയറ് നിറച്ചു വരുന്നു. മുझे ഖുഷി ഹെ കി യഹ്ബർ ലാതാത്ത. എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ വിശപ്പ് മാറുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന്. അവർ ഓട്ടോ ചലത്താ ഹും. ഓട്ടോ ഓടിക്കുന്നത് കൊണ്ട്. സിർ പർ ബോജ് ഉഡാനെ സെ തോ ചച്ച ഹി ഹെ നഹി. അതായത് തലയിൽ ഭാരം വയ്ക്കുന്നതിനേലും നല്ലതല്ലേ ഈ ഓട്ടോ ഓടിക്കണേന്ന്. അടുത്ത പാരഗ്രാഫ് നോക്കാം. മുझे നഹി മാലൂം. എനിക്ക് അറിയില്ല. ബോജ് ഹോത്തെ ഹുയെ യഹ് സംസാർ കൈസ ദിഖാത്ത ഹോ. ഈ ഭാരം ചുമന്നാൽ ജനങ്ങൾ എങ്ങനെ കാണുമെന്നും. സടക്ക് പർ സോത്തെ ഹുയെ കൈസെ. റോട്ടിൽ ഉറങ്ങുന്നത് കൊണ്ടും എങ്ങനെ കാണുമെന്നും. ഓട്ടോ മേ രഹത്തെ ഹുയെ കൈസെ. ഓട്ടോയിൽ വസിക്കുന്നത് കൊണ്ടും എങ്ങനെ കാണുമെന്നും. മേരെ പാസ് ഉസ്കെ പ്രശ്ന കാ കോയി ഉത്തർ നഹി. എൻ്റെ അടുത്ത് ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. എന്ന്. അടുത്ത സെൻറ്റൻസ്. ഓട്ടോ ചലാത്തെ ഹുയെ കൈസ ലഗ്താ ഹെ. ഓട്ടോ ഓടിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. SSLC പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.